ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മധുരക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. പണ്ട് നമ്മുടെ മുത്തശ്ശിമാർ ചെയ്തു വന്നിരുന്ന ഒരു റെസിപ്പിയാണ്. അത് തലമുറകൾ തോറും ചെയ്തു വരുന്നു. ഇത് ഉറട്ടി, അരിപ്പത്തിരി എന്നിവയുടെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കുന്ന ഒരു അടിപൊളിയൊരു കറിയാണ്. അല്ലാതെ വെറുതെയും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറിനൊക്കെ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള മധുരക്കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ആദ്യമായിട്ട് തയ്യാറാക്കാൻ വേണ്ടി ഒരു മാവ് കുഴച്ചെടുക്കണമേ. അതിനുവേണ്ടി കുറച്ച് വെള്ളം ഞാൻ ദാ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നതിനിടയ്ക്ക് നമുക്കൊരു ബൗളിലേക്ക് ഒരു 2 കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാമേ. നമ്മുടെ പത്തിരിക്കൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള മാവാണ് ഇത് കേട്ടോ. വറുത്ത മാവ്, മൂക്കി വറുത്ത മാവ്. അപ്പോൾ ഒരു 2 കപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അതാ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച വെള്ളം നമുക്ക് 1 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ രണ്ടാമത്തെ കപ്പും നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ കപ്പും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂണിൻ്റെ കയ്യിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് അടിതാത്ത് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചെടുത്തപ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേരുവേ. മാവിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തിച്ചേരാത്ത വിധത്തിൽ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴഞ്ഞ് കിട്ടണം. അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേരും. നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ തിളച്ച വെള്ളത്തിൽ നിന്ന് തന്നെ ഞാൻ 1/2 കപ്പ് വെള്ളവും കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേരുവേ. അപ്പോൾ നമുക്ക് ബാക്കി വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് അരിപ്പൊടിക്ക് 2.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടേ. ഇത്രയും ആവുമ്പോൾ നമുക്ക് മാവ് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടും. നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ ആ മാവ് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും വെള്ളം എത്തി ചേർന്നിട്ടുണ്ട്. ഇത് നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കൊരു തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തേങ്ങ ചിരകിയതാണേ. 2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് നോർമൽ വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ഇരുമ്പ് അരിപ്പയിൽ കൂടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതൊന്ന് അമർത്തി അതിൻ്റെ പാല് മൊത്തം എടുക്കുക. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെ കിട്ടുകയും അപ്പോൾ ഒന്നും കൂടി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതും അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ആദ്യം ഒഴിച്ചു കൊടുത്ത പാലിലേക്ക് തന്നെ നമുക്ക് അരിപ്പയിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് അതും കൂടി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എല്ലാ തേങ്ങാപ്പാലും നമുക്ക് വേർതിരിച്ചെടുക്കാം. ഇപ്പോൾ അതിൻ്റെ കൊത്തെല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങാപ്പാൽ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ കയ്യിൽ വെച്ച് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നന്നായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തേ. നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇനി ഇതുപോലെ ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഇതുപോലെ എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ ഒന്ന് പതിച്ചെടുക്കണമേ. നമ്മുടെ ചെറിയ നെയ്പ്പത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ, അതേ രീതി. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ എടുത്തിട്ട് കൈയുടെ വെള്ളയിൽ വെച്ച് ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഒന്ന് പതിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 300 ഗ്രാം ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് അതും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വയ്ക്കുക. കടായി നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന
തേങ്ങാപ്പാൽ ഒരു ചായ അരിപ്പയിൽ കൂടി ഒന്നും കൂടി അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ തരിയൊക്കെ കാണും കേട്ടോ, അത് മാറി കിട്ടാൻ വേണ്ടിയാണ് ചായ അരിപ്പിൽ കൂടി അരിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലല്ലേ, അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേരും. അപ്പോൾ അത് നമ്മുടെ കുഞ്ഞു പത്തലും ഞാനിവിടെ നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം. അപ്പോൾ അതിന് മുമ്പായി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ആ തേങ്ങാപ്പാൽ നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കുഞ്ഞു പത്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് അവിടെ എവിടെയായിട്ട് പറക്കിയിട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ഒത്തങ്ങ് തട്ടി കൊടുത്താൽ ചിലപ്പോൾ കട്ട പിടിച്ച് പോകും. ആദ്യം കുറച്ച് പകുതിയോളം ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഞാൻ ആദ്യം ഇട്ട് കൊടുത്തേ. ഇനി 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് സ്പൂൺ വെച്ചൊന്ന് ഇളക്കിയതിന് ശേഷം അടുത്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പത്തൽ മൊത്തം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ഒരു 6 നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വട്ടത്തിൽ ഇതേ തിക്നെസ്സിലൊന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ മൊത്തം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന തേങ്ങാപ്പാലിലേക്ക് നമുക്ക് ഈ നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇന്ന് 2 മിനിറ്റോളം കിടന്ന് ഈ നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരണം കേട്ടോ. കുറച്ച് ഏലക്ക ചതച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടുവേ. കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ കടായി ഒന്ന് ചെറുതായതുകൊണ്ട് വേറൊരു കടായിലേക്ക് മാറ്റി കൊടുത്തേ. നമുക്കിനി ശർക്കര പാവൊക്കെ ഒഴിച്ചെടുക്കണം. അപ്പോൾ മറ്റേ കടായിലേക്ക് അത് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു കടായിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാവ് ചായ അരിക്കുന്ന അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ശർക്കര പാവ് മൊത്തം ഞാൻ അരിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഒരു 2 മിനിറ്റോളം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതൊന്ന് കുറുകി കിട്ടണം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ അതാ നമ്മുടെ മധുരക്കറി ഏകദേശം പഴവും കുഞ്ഞു പത്തലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല മണം എടുക്കുന്നുണ്ട്. പഴം വേകുമ്പോൾ അതിലൊരു പ്രത്യേക ഫ്ലേവർ ഇറങ്ങില്ലേ, അതിൻ്റെ മണമൊക്കെ നന്നായിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറുവൽ കിട്ടാൻ വേണ്ടി കുറച്ച് അരിമാവ് ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി എടുക്കാം. നമ്മുടെ പത്തിരിക്കൊക്കെ എടുക്കുന്ന അതേ പൊടി തന്നെ. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് കലക്കിയെടുക്കണം. എന്നിട്ട് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല കലക്കി തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈയുടൻ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് കറക്റ്റ് കുറുവലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു അര കവർ മിൽമ പാൽ ഒഴിച്ചു കൊടുക്കാം. പശുവിൻ പാലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക.
ഇനി നമുക്ക് കുറച്ചും കൂടി ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല മണമാണ് അതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ. പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. അപ്പോൾ കുറച്ച് ഒരു അര ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക. എല്ലാം കൂടി 10 മിനിറ്റ് കേട്ടോ. അതിനിടയിൽ നമുക്ക് നമ്മുടെ മധുരക്കറി ആയി കിട്ടും. അപ്പോൾ അതാ നന്നായിട്ട് കുറുവിയൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറച്ചുപ്പിൻ്റെ കുറവുണ്ടായിരുന്നേ, കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. വേറൊരു ചെറിയൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഇതിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കുക. ചൂടായ നെയ്യിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം. കിസ്മിസ് നന്നായിട്ട് മൂത്ത് പെരുകി വരുന്ന സമയത്ത് നമ്മുടെ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് മൂത്ത് കിട്ടുവേ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മധുരക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് നല്ല ഫ്ലേവറുമാണ് കേട്ടോ. ഇങ്ങനെയും കൂടി ചെയ്യുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മധുരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉറട്ടി, പത്തിരി എന്നിവയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു മധുരക്കറിയാണേ. അല്ലാതെ ഡിന്നറിനായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ വെറുതെയും നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്കെത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.